ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഇത് കടലക്കറി ഉണ്ടാക്കാനാണ്. കടല സവോളയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കടലക്കറി റെഡിയാക്കണം. ഇത് വള്ളിപ്പയറാണ് കേട്ടോ, മെഴുക്ക് പുരട്ടാനായിട്ട് വെച്ചതാണ്. അതൊന്ന് വേകട്ടെ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, ചോറ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് മക്കൾക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ കറിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ചെമ്മീൻ റോസ്റ്റും റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മുടെ ചോറും റെഡിയായിട്ടുണ്ട് കേട്ടോ, വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതൊന്ന് അടച്ചിട്ടിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഇന്നിപ്പോൾ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അരിപ്പൊടിയുണ്ട്. അപ്പം ഞാൻ ഒരു പാക്കറ്റ് പൊടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പൊടി നനച്ചെടുത്ത് തേങ്ങയൊക്കെ ചിരണ്ടിയെടുത്ത് നമുക്ക് പുട്ട് പുഴുങ്ങണം. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞാൻ കടല വറവെച്ച് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് ഞാൻ കറി റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി ഞാൻ സിമ്പിളായിട്ട് തന്നെ വെച്ച കറിയാണ് കേട്ടോ. തേങ്ങ വറുത്തരച്ചൊന്നുമില്ല. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ച് മസാലപ്പൊടിയൊക്കെ ചേർത്ത് പെരുംജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയും റെഡിയായിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ടും നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാ പുട്ടും റെഡിയാക്കി എടുത്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എല്ലാവരും. പിന്നെ കുറച്ച് മുറ്റത്ത് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അയല മീനാണ് കിട്ടിയത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കാനായിട്ടാണ്. ഇത് ഞാൻ മുളകിൽ പൊള്ളിക്കാൻ പോയാണ് കേട്ടോ. തേങ്ങ അരച്ച് കറി വയ്ക്കുന്നില്ല, മോര് കാച്ചിയത് നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ മോര് കാച്ചിയത് ഉള്ളത് കൊണ്ട് അതിൽ തേങ്ങ അരച്ച് കറി വയ്ക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ മീൻ ക്ലീൻ ആക്കുമ്പം എന്നെ ശ്രദ്ധിക്കാൻ പുറത്തൊരാൾ മതിലിരിപ്പുണ്ട് കേട്ടോ. മതിലിരിക്കുന്നത് രണ്ട് വീട്ടുകാരുടെയും വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ മതിലെ ഒരു ആളിരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മീൻ നന്നാക്കുന്നതിൻ്റെ തൊട്ട് പറ്റിയ മണം പിടിച്ച് വന്നതാണ് കേട്ടോ. എവിടുന്നോ വന്നതാണ്, എവിടത്തെയോ പൂച്ചയാണ് കേട്ടോ. അതെ, നമ്മുടെ അടുക്കളയിലേക്കും നോക്കാം, അവൾക്ക് അപ്പുറത്തെ വീട്ടിലേക്കും നോക്കാം. രണ്ട് വീട്ടിലെയും വിശേഷങ്ങൾ അവൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ മീനെല്ലാം ക്ലീനാക്കിയൊക്കെ എടുത്തിട്ട് കറിയൊക്കെ റെഡിയാക്കി. മീൻ അയില മുളക് കറി വെച്ച് പിന്നെ രാവിലെ നമ്മൾ വെച്ച കറികളൊക്കെ തന്നെ ഇരുന്നു കേട്ടോ. ചോറിന് ഉച്ചയ്ക്ക് കൂട്ടാനായിട്ട് ചെമ്മീൻ റോസ്റ്റ് ചെയ്തതും മോര് കാച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച്. പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു, അത് കൊണ്ടുപോയി വിരിച്ച്. പിന്നെ ഇതേ വൈകുന്നേരമായപ്പോൾ നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസം കൂടെയാണ് കേട്ടോ ഇന്നൊരു മഴ കിട്ടുന്നത്. അപ്പോൾ മഴക്കാർ വയ്ക്കുമെങ്കിലും മഴ അങ്ങനെ പെയ്യില്ലായിരുന്നു. പക്ഷേ ഇന്ന് നന്നായിട്ട് മഴ പെയ്തു കേട്ടോ. അപ്പോൾ മോള് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾ രണ്ടുപേരും കൂടെ കണിച്ചുളങ്ങര വരെ പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് ത്രെഡ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുന്നതിന് മുന്നെയാണ് അവർ പോയത്. അപ്പോൾ കുടയും കൊണ്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ എന്തായാലും മഴ പെയ്യുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അത്രയ്ക്ക് നല്ല മഴക്കാറായിരുന്നു കേട്ടോ. കണ്ട നല്ല ശരിക്കും വെള്ളമുള്ള മഴ തന്നെയായിരുന്നു. അപ്പം ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കൂട്ടുകാരുടെ വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല. എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷങ്ങൾ? സുഖമാണല്ലോ അല്ലേ? അവിടെ ഇതുപോലെ മഴയൊക്കെ ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യാറുണ്ടോ? അതോ വെയിലാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതേ നല്ല മഴയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നല്ല കാറ്റുമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറേ കരികിലൊക്കെ വന്ന് പറന്ന് വീണിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം ക്ലീൻ ആക്കണം മഴ തോർന്നിട്ട്. അപ്പോൾ അതേ മക്കൾ രണ്ടുപേരും പോയിട്ട് വണ്ടിയിലാണ്, അവർ ഓട്ടോയ്ക്കാണ് പോകുന്നത്. അപ്പോൾ കുട ഉണ്ടായിരുന്നു, ഒരു കുടയും കൊണ്ടായിരുന്നു പോയത്. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഓട്ടോക്കാരനാണ് കേട്ടോ. അപ്പോൾ അതേ ചേട്ടായി പുറത്ത് വന്നിട്ട് ആ ചേട്ടനോട് സംസാരിച്ചതാണ്. പിന്നെ ഞാൻ അകത്ത് വന്നിട്ട് ചായ ഇടാൻ വേണ്ടിയിട്ടാണ്, പാലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാലെടുത്തിട്ട് ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഉത്സവ സീസണൊക്കെ അല്ലേ വരാൻ പോകുന്നത്. ഉത്സവത്തിന് മുന്നേ ആയിട്ട് നമുക്കിവിടെ ആലപ്പുഴ ജില്ലയിലെ അർത്തിങ്കൽ പള്ളി എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. അർത്തിങ്കൽ പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ കൊടിയേറി ഇനിയിപ്പോൾ 20-ാം തീയതി പെരുന്നാൾ തുടങ്ങിയാണ്. അപ്പോൾ പള്ളിയിലെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഞാൻ വരും വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ അതേ നമ്മുടെ ചായയൊക്കെ തിളച്ച് കിട്ടി. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴ പെട്ടെന്ന് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയെല്ലാം മാറി മാനം തെളിഞ്ഞ് പിന്നെ വൈകുന്നേരമാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഒരു 5:30-6 മണിയായ ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തന്നെ തെക്ക് വശം ഒരു അമ്പലമുണ്ട്. അവിടത്തേക്ക് ഒരു നേർച്ച പോകുന്നതാണ് കേട്ടോ. കാവടിയും താലും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അവർ നേർച്ച കൊണ്ടുപോവുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലും മികച്ച നല്ല കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.